അജിയും അജിയുടെ ബന്ധുക്കളും ദയവായി പോലീസിൽ കീഴടങ്ങുക, കാരണം നിങ്ങൾ നിരപരാധിയായ സ്ത്രീയെ വഞ്ചിച്ചു. അജിയുടെ വ്യാജ മരണ സർട്ടിഫിക്കറ്റും ബാങ്കുകളും സൃഷ്ടിച്ച് കേരള സർക്കാരിനെയും വഞ്ചിച്ചു. എന്റെ പ്രിയപ്പെട്ട ഭർത്താവ് അജയ് കുമാർ, നീ എന്നെ എത്രമാത്രം സ്നേഹിക്കുന്നുണ്ടെന്ന് നിനക്കറിയാമോ? നീ വേറൊരു വ്യാജ ഫേസ്ബുക്ക് ഉപയോഗിച്ചു എന്നെ ഫോളോ ചെയ്തു. അശോക് അങ്കിളിന്റെ മകളുടെ ഫേസ്ബുക്ക് അർച്ച ഉപയോഗിച്ചു. നീയാണോ എന്ന് ഞാൻ നിനക്ക് മെസ്സേജ് അയച്ചപ്പോൾ നീ എന്നെ ബ്ലോക്ക് ചെയ്തു. എന്തിനാണ് നീ മരിച്ചതായി നടിക്കുന്നത്? മനസ്സിൽ സ്നേഹമുണ്ടെങ്കിലും എന്നെ സ്നേഹിക്കാത്തതുപോലെ. എന്തിനാണ് നീ വ്യാജമരണം സൃഷ്ടിച്ചത്? ആ വേശ്യയായ അസ്മിതയും അവളുടെ സഹോദരന്മാരും നിന്നെ ബ്ലാക്ക് മെയിൽ ചെയ്യുകയാണോ? നിന്റെ വ്യാജമരണമുണ്ടാക്കിയതിന് അവർക്ക് ജീവപര്യന്തം തടവ് ശിക്ഷ ലഭിക്കും. നീ ഈ കാര്യം പഠിച്ച ആളാണോ? നിന്നെയും നിന്റെ കുടുംബത്തെയും അറിഞ്ഞില്ലേ? നീ എന്നെ ചതിച്ചത് മതി. നീ മരിച്ചിട്ടില്ലെന്ന് ബെല്ലംപള്ളിയിലെ എല്ലാവർക്കും അറിയാം, അയ്യപ്പമാല ധരിച്ച് എല്ലാ ദിവസവും പോകുന്ന ക്ഷേത്ര പൂജാരി ഉൾപ്പെടെ. നീ ബെല്ലംപള്ളി അയ്യപ്പ ക്ഷേത്ര പൂജാരിയോട് ചോദിക്കും നിന്റെ വ്യാജമരണം. നിന്റെ വ്യാജമരണം അറിയുന്ന എല്ലാ ബെല്ലംപള്ളിക്കാരും നിന്നെയും എന്നെയും ചതിക്കരുത്. നീ എന്നെ സ്നേഹിക്കുന്നു. എനിക്കറിയാം. ആ വേശ്യാവൃത്തി ചെയ്ത അസ്മിതയെ ഉപേക്ഷിച്ച് എന്റെ ജീവിതത്തിലേക്ക് വീണ്ടും വരൂ. എന്റെ അമ്മേ, അച്ഛനും നിന്നെ കാത്തിരിക്കുന്നു. അജി, ദയവായി ഈ വിഡ്ഢിത്തം നിർത്തൂ. അസ്മിതയെ വേശ്യാവൃത്തിക്ക് ഉപയോഗിച്ച് നിങ്ങളുടെ എല്ലാ സ്വത്തും പണവും നൽകി വിവാഹമോചനം നേടൂ. എനിക്ക് നിങ്ങൾക്ക് പണം വേണ്ട, എനിക്ക് നിങ്ങളുടെ സ്നേഹവും ജീവിതകാലം മുഴുവൻ എന്റെ കൂടെ വേണം. ദയവായി എന്റെ ഭർത്താവ് അജികുമാർ തിരിച്ചുവരൂ.